മെയിൽ ഫോർവേഡ് ചെയ്തേക്ക്. ഓക്കെ? അല്ല, മാഡം നല്ല ദേഷ്യത്തോടെ നടന്നു വരുന്ന പോലെ തോന്നുന്നു. എന്തുപറ്റി? മാലയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞ് എന്റെ ലൈഫ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഐ എം റിയലി ടയേർഡ് സർ. ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ, നീ ആ കോളം നന്നായി എഴുതുന്നുണ്ട്. അക്സെപ്റ്റ് ഇറ്റ്. നീ എഴുതുന്ന ആൻസേഴ്സ് വായിക്കുന്നതിന് ഒരു വലിയ ഗ്രൂപ്പ് തന്നെയുണ്ട്. യുവർ ഫാൻസ്. ഒന്ന് പോ സർ. രാവിലെ എന്റെ അഡ്വൈസ് വായിച്ച് തലയാട്ടി സമ്മതിച്ചിട്ട് രാത്രി വീട്ടിൽ ചെന്നിട്ട് വൈഫുമായിട്ട് വഴക്കുണ്ടാക്കും. സർ, എന്താ നമ്മുടെ ന്യൂസ് പേപ്പറിന്റെ കൂടെ ഒരു യൂട്യൂബ് ചാനലും കൂടി തുടങ്ങാത്തത്? ഡെയിലി ന്യൂസ്, ലൈവ് റിപ്പോർട്ട്സ്, ഫിലിം റിവ്യൂസ്. എന്തിന്? എന്റെ ഈ അഡ്വൈസ് കോളം പോലും വീഡിയോയിൽ ചെയ്യാം. വ്യൂവർഷിപ്പ് ഇൻക്രീസ് ആവും. വി ക്യാൻ ഗോ അക്രോസ് ദ ഗ്ലോബ്. കാശും വരും. പീപ്പിൾസ് മെയിൽ 2.0 എങ്ങനെയുണ്ട്? യൂട്യൂബോ? യമുന, ഇത് ടൈം പാസ് അല്ല. യൂട്യൂബ് അത് ഇതൊക്കെ ചെയ്ത് നമ്മളുടെ വില നമ്മളായിട്ട് തന്നെ കളയരുത്. സർ, യൂട്യൂബ് ചാനൽ സാറ് വിചാരിക്കുന്നത് പോലെ ചീപ്പല്ല. BBC പോലെ. യമുന, യൂട്യൂബ് എല്ലാം ഒരു വേസ്റ്റ് ആണ്. പെട്ടെന്ന് എല്ലാവരും തുടങ്ങും. തുടക്കത്തിൽ ഭയങ്കര ആവേശമായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് അടങ്ങും. വി ആർ നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ഇറ്റ്. എൻഡ് ഓഫ് സ്റ്റോറി. ഹലോ, വൈകിട്ടൊന്ന് നേരത്തെ വീട്ടിലേക്ക് വരണം. എന്തിന്? വാ, വന്നിട്ട് പറയാം. ആ ശരി, വരാം. എന്തോ ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് പോവാം. ഫീസ് എടുത്തോ? എന്തിനാ? മോളെ, ആ പയ്യൻ വിളിച്ചിട്ട് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പെണ്ണിനെ അവൻ അന്വേഷിച്ചോണ്ടിരുന്നതെന്നാ എന്നോട് ഫോണിൽ പറഞ്ഞത്. നീ അവന്റെ കണ്ണ് തുറപ്പിച്ചെന്ന്. എന്റെ മോളെ, നീ എന്താ അവനോട് പറഞ്ഞത്? പറയും മോളെ. എനിവേ, അമ്മയും ഞാനും വളരെ ഹാപ്പിയാണ്. മനസ്സമാധാനത്തോടെ എന്റെ മോളുടെ കല്യാണമായെന്ന് എല്ലാവരോടും ഇനി ധൈര്യമായി പറയാം. അയ്യമ്മനെ, വേറൊരു കാര്യം, പയ്യനാകെ 40 ദിവസത്തെ ലീവേ ഉള്ളൂ. അതിനുള്ളിൽ എൻഗേജ്മെന്റ്, കല്യാണം എല്ലാം നടക്കുന്നു. We are so happy, you know. നീയും ഹാപ്പി അല്ലടാ? അപ്പൊ ഞങ്ങൾ എല്ലാരും ഹാപ്പിയാ. ഇപ്പൊ നീ കല്യാണത്തിന് സമ്മതിച്ചപ്പോ ഞങ്ങൾക്കൊക്കെ എത്ര സന്തോഷമായി എന്നറിയോ നിനക്ക്?